ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഖിൽ NRDയുടെ വൈഫുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയ രണ്ട് തട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു വിഭാഗം ഇൻഫ്ലുവൻസർമാരും നന്മമരം റിയാക്ഷൻ ബ്ലോഗേഴ്സും ഫാമിലി ബ്ലോഗേഴ്സും കൂടി ഒന്നിച്ച് നിന്നുകൊണ്ട് കേരളത്തിലുള്ള റിയാക്ഷൻ ചാനലുകൾക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫിൽ നടന്ന ഒരു ട്രാജഡിയെ വിറ്റ് കണ്ടന്റ് ആക്കി തിന്നുന്നു എന്നാണ് ഇവരെല്ലാം ഞങ്ങൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ ഈ പറയുന്ന നന്മ മരങ്ങൾ എല്ലാവരും തന്നെ അവരുടെ ചാനലിൽ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ ആരുടെയും മോണിറ്റൈസേഷൻ ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. അതായത് ഞങ്ങൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ച് ക്യാഷ് ഉണ്ടാക്കുന്നു. ഈ പറയുന്ന സോക്കോൾഡ് നന്മമരങ്ങൾ ഞങ്ങളെ വിമർശിക്കുന്നു എന്ന രീതിയിൽ ഈ ഒരു വിഷയത്തെ വിറ്റ് ക്യാഷ് ആക്കി ഞഞ്ഞം അടിക്കുന്നു. അതല്ല യാഥാർത്ഥ്യം. അല്ല എന്ന് നിനക്കൊന്നും പറയാൻ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ ഇടുമ്പോഴത്തേക്ക് കിട്ടുന്നത് പുളിങ്കുരുവല്ല, ഡോളറാണ്. അത് മാസാവസാനം കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ട്. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മക്കൾ ഈ ഒരു ട്രെൻഡിങ് ആയിരിക്കുന്ന കണ്ടന്റിൽ ഞങ്ങളെല്ലാം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. സോ അങ്ങനെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു നന്മ മരത്തിനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. മുന്നിൽ നിന്ന പോസ്റ്റ് കാണാതെ വല്ലയിടത്തും വായി നോക്കിപ്പോയി പോസ്റ്റിൽ ഇടിച്ചു കയറി മോന്ത ചളിങ്ങി ഒരുത്തൻ ഭാര്യ ഒളിച്ചു. സോ ഈ ഒരു വ്യക്തിയാണ് JBTV. അണ്ണൻ ഭയങ്കര നന്മമാരാണ് കേട്ടോ. കാരണം മറ്റൊന്നുമല്ല, അണ്ണൻ ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു കണ്ടന്റും എടുത്തിട്ടില്ല. ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ടുകൾ ഞാൻ ഇവിടെ വെക്കുന്നു. ഇത് ചതി, ഇതിന് മാപ്പില്ല. ദ ക്രൂവൽറ്റി ഓഫ് ചീറ്റിംഗ്. അവിഹിതങ്ങൾ, ഇത് ചതി, ഇതിന് മാപ്പില്ല. തമിഴ്നാട് CM ആയിട്ടുള്ള വിജയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉണ്ടായിരുന്നു. തമിഴ് താരം തൃശ്ശയുമായിട്ട് അദ്ദേഹത്തിന് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കാലയളവിൽ വന്നതാണ്. അതിനു മുൻപും ഈ ഒരു ആരോപണം രംഗത്ത് വന്നിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഒരു ടോപ്പിക്ക് ചർച്ചയാക്കിയ മഹാനാണ് ഈ പറഞ്ഞ JBTV. അല്ലാണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, അന്ന് ഇതൊരു ഫാമിലി ആണെന്ന് അങ്ങേക്ക് അറിയത്തില്ലായിരുന്നു? അതായത് ജോസഫ് വിജയ് എന്ന് പറയുന്ന തമിഴ്നാട് CMന്റെ ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു കോമൺ സെൻസ് അങ്ങേക്കില്ലായിരുന്നു? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ ആക്ടർ ജയം രവി, അതായത് രവി മോഹൻ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഇയാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആണുങ്ങൾ പാപമായ സ്റ്റാൻഡ് വിത്ത് രവി മോഹൻ. ഇതും അവരുടെ ഫാമിലിയിൽ നടന്ന കാര്യമാണ്. ഇതും അന്ന് കണ്ടന്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ പറയുമായിരിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യമാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇത് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും വന്ന കാര്യമാണ്. ഞങ്ങൾ ആരും അവരുടെ വീട്ടിൽ ചെന്ന് ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്ന സാധനമല്ല ഇത് പബ്ലിക് ഡൊമൈനിൽ വന്ന ശേഷമാണ് ഞങ്ങളല്ല ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. അപ്പം ഊക്കും കുമ്പസാരം കൂടെ ഒന്നിച്ചു കണ്ടേ, മനസ്സിലായോ? എന്നാൽ ഈ ഒരു മഹാനായ വ്യക്തി ഇപ്പൊ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അതുലിനെ കുറിച്ചാണ്. പോസ്റ്റ് നോക്കാതെ വണ്ടി ഓടിച്ച് ഇടിച്ച് ആക്സിഡന്റ് ആയിരുന്നു. അണ്ണ ഒന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒന്ന് ഉറങ്ങിയാൽ മതി. അണ്ണൻ നല്ല സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന വഴിക്ക് ഒന്ന് ഉറങ്ങിപ്പോയാൽ മതി. എവിടെ ചെന്ന് തട്ടാണ്ട്, അങ്ങനെ തട്ടാതിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഒരു നേരത്തെ അശ്രദ്ധയെ കളിയാക്കല്ലേ. ആർക്കും വരാം. വണ്ടി ഓടിക്കാത്ത ഞാൻ പോയും എത്രയോ തവണ വണ്ടി ആക്സിഡന്റിൽ പെട്ട ഒരു വ്യക്തിയാണ്. കൂടെ ഇരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയിട്ട് ഞാൻ ഒരു പിക്കപ്പിൽ പോയിട്ട് ആ പിക്കപ്പ് ഇടിച്ച് ഒരു പോസ്റ്റ് ഒടിച്ച് പിക്കപ്പ് തലകീഴായി മറിഞ്ഞിട്ട് അതിനകത്തുനിന്ന് വലിച്ചൂരി എടുത്തുള്ളൂ എന്നെ. അതുകൊണ്ട് തന്നെ ഒന്ന് ഉറങ്ങിപ്പോയാൽ മതി. എവിടെയാണെങ്കിലും വെച്ച് നമുക്ക് കിട്ടാനുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഒരു പോസ്റ്ററിൽ കയറുന്ന വഴിക്ക് രണ്ട് കടുതൽ കുത്തിയാൽ മതി. അവിടുന്ന് കൈ വിട്ട് ചാടുമ്പോഴത്തേക്ക് നേരെ താഴോട്ടാണ് വരുന്നത്. അങ്ങനെ വീണ ചരിത്രമുണ്ട്. ഞാൻ വീണ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എത്ര ശ്രദ്ധിച്ച് പോയാലും വീഴാനുള്ളത് വീഴും എന്ന് വെച്ചുകൊണ്ട് ഒരാളുടെ ഒരു നേരത്തെ അശ്രദ്ധ എടുത്ത് വെച്ച് കണ്ടന്റ് ആക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം അറിയിക്കണം, നാളെ ഇത് നിങ്ങൾക്കും വരാം. ഈ ഒരു വിഷയത്തിനകത്ത് അഖിൽ NRD എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടന്റ് ആക്കി എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇത് ഒന്നോ രണ്ടോ വീഡിയോ നിർത്താവുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ നിങ്ങൾ ആരും അത് നിർത്തിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന പല ആളുകളും ഇത് 4, 5, 6 വീഡിയോ ചെയ്ത ആളുകളുണ്ട്. ഞാൻ ഈ ഒരു വിഷയത്തിനകത്ത് 2 വീഡിയോ കൊണ്ട് ആ ഒരു ടോപ്പിക് അവസാനിപ്പിച്ചതാണ്. പിന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പുഴുക്കുത്തുകൾ വന്ന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ വിമർശിക്കുമ്പോൾ അതിനൊരു മറുപടിയായിട്ട് ഞാൻ രംഗത്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ അഖിൽ NRDയുടെ വിഷയത്തിൽ വേറെ ഒരു ടോപ്പിക് എടുത്തു വെച്ച് ഒന്നും ചെയ്തില്ല. ഈ പറയുന്ന മേഘ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ലൈവൊക്കെ വന്നെന്നൊക്കെ ആരുടെയൊക്കെ പറഞ്ഞു. ആ ഒരു വിഷയം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വിട്ടു. ഞാൻ ഡോക്ടർ റോബിൻ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ചാനലിനകത്ത് ഈ പറഞ്ഞ വ്യൂസ് കുറവാണ്. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ താല്പര്യമുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒളിച്ചോട്ടവും അവിഹിതവും മറ്റു കുത്സിത പ്രവർത്തികളുമാണ്. അത് തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു മഞ്ഞപ്പത്രത്തിന്റെ സ്റ്റാൻഡേർഡിലോട്ട് നമ്മൾ പോകുമെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും ആരുടെ ഫാമിലിയിൽ കയറി കളിക്കില്ല എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി പണ്ട് അതുലിന്റെ
ജിനൂസിന്റെ ഒക്കെ ഫാമിലിയിൽ കയറി കളിച്ച ഒരു കളിയെ കുറിച്ച് നമ്മുടെ അതുൽ പറയുന്നത് നമുക്കതൊന്ന് കണ്ടു നോക്കാം. നീ കുടുംബത്തിൽ കയറി കളിക്കണം നീ ഉണ്ടാക്കുന്നുണ്ടല്ലോ. പണ്ട് നീ ജിനൂസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന്റെ ഫാമിലിയിലുള്ള ജിനൂസിന്റെ ഭാര്യയുടെയും കൊച്ചിന്റെയും എന്റെ അമ്മയുടെയും ഫോട്ടോ അടക്കം എടുത്ത് നീ തന്നേല് വെച്ചിട്ടുള്ള തന്തയില്ലാത്ത പരിപാടി ചെയ്തിട്ടുള്ളവനാണ് നീ. അന്ന് ഞാൻ അടക്കം ജിനൂസ് അടക്കം നിന്നെ വിളിച്ച് പൂരത്തെറി വിളിച്ച് നീ അവസാനം വീഡിയോ മുക്കി മാറ്റി. ഓക്കെ, അത് ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. മറ്റുള്ളവരുടെ കുടുംബത്തിൽ കയറി കളിക്കുന്നതിനെ പറ്റി നീ തന്തയില്ലാത്ത വർത്തമാനം പറയുമ്പോഴേ നീ ഒന്ന് ആലോചിക്കണം, നീ എന്നെ കഴിവേർത്താനാണ് കാണിച്ച് വെച്ചിട്ടുള്ളത്. സോ ഇതാണ് ഇന്നലെ നമ്മുടെ അതിൽ കൊടുത്ത മറുപടി. അതായത് ഈ പറഞ്ഞ മഹാനും ധാരാളം ആളുകളുടെ കുടുംബത്തിൽ കയറി കളിച്ച വ്യക്തിയാണ്, പക്ഷെ ഇപ്പൊ നന്മമരം കളിച്ചുകൊണ്ട് വരികയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ കൊള്ളന്റെ അടുത്ത് കൊണ്ടു ഇന്നലെ വന്ന് അതിന്റെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കെ, ഞാനും സമൂഹത്തിന്റെ ഭാഗമാണ്, നിന്റെയൊക്കെ വായിലെ പുഴുത്തത് കേട്ടുകൊണ്ട് അഖിലിനൊപ്പം നിൽക്കുന്നു. ഇതിന് നമ്മുടെ അതുൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടുപോകാം. എടാ നീ വലിയ അങ്ങോട്ട് ചമയെന്നുണ്ടല്ലോ. എടാ ഞാൻ ചോദിച്ചതിന് ഉത്തരം താടാ. നീ വലിയ അവിഹിതത്തിൽ മറ്റേ ഉണ്ടാക്കി മാങ്ങാ തൊലിയെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, മറ്റുള്ള ഒരുത്തന്റെ കുടുംബത്തെ കയറി കൊണച്ചെന്ന് നീ പറയുന്നുണ്ടല്ലോ. ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം താ. നീ വിജയുടെ കേസ് എന്ത് എടുത്ത് സംസാരിച്ചു? വിജയുടെ അവിഹിതം മറ്റേ തേങ്ങയെന്ന് പറഞ്ഞ് നീ ടൈറ്റിൽ അടിച്ചു വെച്ച് നീ ഇരുന്ന് കയറി ഇരുന്ന് കൊണയ്ക്കുന്നുണ്ടല്ലോ. നീ അന്തസ്സുള്ളവനാണെങ്കിൽ നീ അതിന് മറുപടി വന്നിട്ടിരുന്ന് കൊണയടിയടാ. നീ മറ്റേ അഖിലനാട്ടി കൊണ ആദ്യം വിജയുടെ കേസിൽ പറയണം വേട്ട ആളിയാ. അത് തന്നെയാണ് ഈ പറയുന്ന നന്മമരം റിയാക്ഷൻ ബ്ലോഗേഴ്സിനോട് ഞങ്ങൾക്കും പറയാനുള്ളത്. നീയൊക്കെ കാണിക്കാവുന്നതിന്റെ അപ്പുറം മാക്സിമം പലരുടെയും ജീവിതം എടുത്തു വെച്ച് കളിച്ചവന്മാരാ, അത് വിറ്റ് ക്യാഷ് ആക്കി ചോറുണ്ടവന്മാരാ. അന്നിട്ട് ഇപ്പൊ വന്നിട്ട് നന്മമരം കളിക്കരുത്. പട്ടിയുടെ വില പോലും ഞങ്ങൾ തരത്തില്ല കേട്ടോ. അപ്പൊ ശരി, എന്നാ ബൈ.